നമ്മൾ നോക്കുന്ന മൊഡ്യൂൾ 4 ആണ്. അതിലെ ഇൻ്റഗ്രേഷൻ ഓഫ് നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ എന്ന സെക്ഷനിലെ ഒരു ഡെഫിനിഷനാണ്. ഡെഫിനിഷൻ: ലെറ്റ് എസ് എം മ്യൂ ബി എ മെഷർ സ്പേസ് ആൻഡ് സൈ എ നോൺ നെഗറ്റീവ് സിമ്പിൾ ഫംഗ്ഷൻ ഓൺ എസ്. ഡിഫൈൻ ദ ഇൻ്റഗ്രൽ ഓഫ് സൈ ഓവർ എസ് ഇൻ്റഗ്രൽ ഓവർ എസ് സൈ ഓഫ് ഡി മ്യൂ ആസ് ഫോളോസ്. അപ്പോൾ എസ് എം മ്യൂ എന്ന് പറയുന്നത് ഒരു മെഷർ സ്പേസ് ആണ്. സൈ എന്ന് പറയുന്നത് ഒരു നോൺ നെഗറ്റീവ് സിമ്പിൾ ഫംഗ്ഷൻ ഓൺ എസ് ആണ്. അപ്പോൾ സൈ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ എസ് സൈ ഓഫ് ഡി മ്യൂ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അങ്ങനെയല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ സൈ ഒരു നോൺ നെഗറ്റീവ് സിമ്പിൾ ഫംഗ്ഷൻ ഓൺ എസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 0 അല്ലെങ്കിൽ അതൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അതർവൈസ് ലെറ്റ് C1 C2 etc. Cn be the positive values taken by psi on S, and for 1 less than or equal to k less than or equal to n. അത് ഡിഫൈൻ ചെയ്യുന്നത് ek is equal to set s element of capital S such that psi of s is equal to ck. അപ്പോൾ പോസിറ്റീവ് വാല്യൂസ് വരുമ്പോൾ അത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇൻ്റഗ്രൽ ഓവർ എസ് psi of d mu is equal to summation k is equal to 1 to n ck into mu of ek, using the convention that the right hand side is infinity if for some k mu of ek is equal to infinity. അപ്പോൾ ആർ എച്ച് എസ് ഇൻഫിനിറ്റി ആണെങ്കിൽ mu of ek ഈക്വൽ ടു ഇൻഫിനിറ്റി ആയിരിക്കും. ഫോർ എ മെഷറബിൾ സബ്സെറ്റ് ഇ ഓഫ് എസ് the integral of psi over e with respect to mu is defined to be integral over s psi of chi into d mu and denoted by integral over e psi of d mu. അപ്പോൾ എസിൻ്റെ ഒരു മെഷറബിൾ സബ്സെറ്റ് ഇ നമ്മൾ എടുക്കുകയാണ്. അതിൻ്റെ ഇൻ്റഗ്രൽ ഓഫ് സൈ ഓവർ ഇ വിത്ത് റെസ്പെക്ട് ടു മ്യൂ അത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇൻ്റഗ്രൽ ഓവർ എസ് സൈ ഇൻറ്റു കൈ ഓഫ് ഇ ഇൻറ്റു ഡി മ്യൂ. അതിന് ഡിനോട്ട് ചെയ്യുന്നത് ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു സൈ ഓഫ് ഡി മ്യൂ. അടുത്തത് ഒരു പ്രൊപ്പോസിഷനാണ്. പ്രൊപ്പോസിഷൻ: ലെറ്റ് എസ് എം മ്യൂ ബി എ മെഷർ സ്പേസ് ആൻഡ് ഫൈ ആൻഡ് സൈ നോൺ നെഗറ്റീവ് സിമ്പിൾ ഫംഗ്ഷൻ ഓൺ എസ് ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ എസ് എം മ്യൂ എന്ന് പറയുന്നത് ഒരു മെഷർ സ്പേസ് ആണ്. ഫൈയും സൈയും ഒരു നോൺ നെഗറ്റീവ് സിമ്പിൾ ഫംഗ്ഷൻ ഓൺ എസ് ആണ്. ആൽഫയും ബീറ്റയും പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. അങ്ങനെയെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്: ഇൻ്റഗ്രൽ ഓവർ എസ് ആൽഫ ഇൻറ്റു സൈ പ്ലസ് ബീറ്റ ഇൻറ്റു ഫൈ ഡി ഓഫ് മ്യൂ ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ എസ് സൈ ഓഫ് ഡി മ്യൂ പ്ലസ് ബീറ്റ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ എസ് ഫൈ ഓഫ് ഡി മ്യൂ. അപ്പോൾ ഇവിടെ ഫൈ ആൻഡ് സൈ ആ ഒരു നോൺ നെഗറ്റീവ് സിമ്പിൾ ഫംഗ്ഷൻ എസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇഫ് ഐദർ ഫൈ ഓർ സൈ ഈസ് പോസിറ്റീവ് ഓൺ എ സെറ്റ് ഓഫ് ഇൻഫിനിറ്റ് മെഷർ, അങ്ങനെയെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ നമ്മൾ എടുക്കുമ്പോൾ ദാറ്റ് ഈസ് ആൽഫ ഇൻറ്റു സൈ പ്ലസ് ബീറ്റ ഇൻറ്റു ഫൈ, നമുക്ക് എന്ത് പറയാം? ആൽഫ ഇൻറ്റു സൈ പ്ലസ് ബീറ്റ ഇൻറ്റു ഫൈ ഈസ് ഓൾസോ സാറ്റിസ്ഫൈ ദ സെയിം പ്രോപ്പർട്ടി. അതൊരു ഇൻഫിനിറ്റ് മെഷർ ആയിരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ എസ് ആൽഫ ഇൻറ്റു സൈ പ്ലസ് ബീറ്റ ഇൻറ്റു ഫൈ ഡി മ്യൂ ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആയിരിക്കും. ദാറ്റ് ഈസ് ആൽഫ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ എസ് സൈ ഓഫ് ഡി മ്യൂ പ്ലസ് ബീറ്റ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ എസ് ഫൈ ഓഫ് ഡി മ്യൂ ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അതൊരു ഇൻഫിനിറ്റി മെഷർ ആയിരുന്നുണ്ട്. ഇനി നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഫൈയും സൈയും വാണിഷ് ഔട്ട്സൈഡ് എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആൽഫ ഇൻറ്റു സൈ പ്ലസ് ബീറ്റ ഇൻറ്റു ഫൈ ഓൾസോ വാണിഷിങ് ഔട്ട്സൈഡ് എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ എന്ന് പറയാം. അപ്പോൾ ഈ കേസിലെ പ്രൂഫും മൊഡ്യൂൾ 2-ലെ ലഭിക്കും ഇൻ്റഗ്രൽ ഓഫ് ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ഓവർ എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ എന്ന സെക്ഷനിലെ പ്രൊപ്പോസിഷനിലെ പ്രൂഫും സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇൻ്റഗ്രൽ ഓവർ എസ് ആൽഫ ഇൻറ്റു സൈ പ്ലസ് ബീറ്റ ഇൻറ്റു ഫൈ ഡി മ്യൂ ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ എസ് സൈ ഓഫ് ഡി മ്യൂ പ്ലസ് ബീറ്റ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ എസ് ഫൈ ഓഫ് ഡി മ്യൂ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്: ഇഫ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻറ്റ് മെഷറബിൾ സബ്സെറ്റ് ഓഫ് എസ്, then
integral over a union b psi of d mu is equal to integral over a psi of d mu plus integral over b psi of d mu. അപ്പോൾ എയും ബിയും രണ്ട് ഡിസ്ജോയിൻറ്റ് മെഷറബിൾ സബ്സെറ്റ് ഓഫ് എസ് എന്നിടത്തേക്കുമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ ഓവർ എ യൂണിയൻ ബി സൈ ഓഫ് ഡി മ്യൂ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എ സൈ ഓഫ് ഡി മ്യൂ പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ബി സൈ ഓഫ് ഡി മ്യൂ. പ്രൂഫ് സിൻസ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻറ്റ്, അപ്പോൾ എയും ബിയും ഒരു ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ നമുക്ക് കൈ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു കൈ ഓഫ് എ പ്ലസ് കൈ ഓഫ് ബി ഓൺ എസ് എന്ന് എഴുതാം. അപ്പോൾ കൈ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു കൈ ഓഫ് എ പ്ലസ് കൈ ഓഫ് ബി ആണ്. അങ്ങനെയെങ്കിൽ കൈ ഓഫ് എ യൂണിയൻ ബിനെ നമുക്ക് സൈ ഓഫ് കൈ ഓഫ് എ പ്ലസ് സൈ ഓഫ് കൈ ഓഫ് ബി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബൈ ദ ഡെഫിനേഷൻ ഓഫ് ഇൻ്റഗ്രൽ വെച്ച് നമുക്ക് ഇൻ്റഗ്രൽ ഓഫ് എ യൂണിയൻ ബി സൈ ഓഫ് ഡി മ്യൂ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എസ് സൈ ഓഫ് കൈ ഓഫ് എ യൂണിയൻ ബി ഡി മ്യൂ എന്ന് എഴുതാം. ദാറ്റ് ഈസ് അപ്പോൾ സൈ ഓഫ് കൈ ഓഫ് എ യൂണിയൻ ബിനെ നമുക്കറിയാം സൈ ഓഫ് കൈ ഓഫ് എ പ്ലസ് സൈ ഓഫ് കൈ ഓഫ് ബി എന്നാണ് കിട്ടിയത്. അപ്പോൾ അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇൻ്റഗ്രൽ ഓവർ എസ് സൈ ഓഫ് കൈ ഓഫ് എ പ്ലസ് സൈ ഓഫ് കൈ ഓഫ് ബി ഡി മ്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എ സൈ ഓഫ് ഡി മ്യൂ പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ബി സൈ ഓഫ് ഡി മ്യൂ ബൈ ദ ഡെഫിനേഷൻ ഓഫ് ഇൻ്റഗ്രൽ. അപ്പോൾ നമുക്ക് എന്താ കിട്ടി? ഇൻ്റഗ്രൽ ഓവർ എ യൂണിയൻ ബി സൈ ഓഫ് ഡി മ്യൂ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എ സൈ ഓഫ് ഡി മ്യൂ പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ബി സൈ ഓഫ് ഡി മ്യൂ. ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇൻ പർട്ടിക്കുലർ ഇഫ് എസ് നോട്ട് സബ്സെറ്റ് ഓർ ഈക്വൽ ടു എസ് ഈസ് മെഷറബിൾ ആൻഡ് മ്യൂ ഓഫ് എസ് മൈനസ് എസ് നോട്ട് ഈസ് ഈക്വൽ ടു 0, then integral over s psi of d mu is equal to integral over s naught psi of d mu. അതായത് S0 എസ്സിൽ കണ്ടേണ്ടാണ്, മ്യൂ ഓഫ് എസ് മൈനസ് S0 ഈക്വൽ ടു 0 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ ഓവർ എസ് സൈ ഓഫ് ഡി മ്യൂ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എസ് നോട്ട് സൈ ഓഫ് ഡി മ്യൂ. അപ്പോൾ പ്രൂഫ്, ഇൻ പർട്ടിക്കുലർ if S naught subset or equal to S is measurable and mu of S minus S naught is equal to 0, that അങ്ങനെയെങ്കിൽ നമുക്കതിനെ ഇൻ്റഗ്രൽ ഓവർ എസ് സൈ ഓഫ് ഡി മ്യൂ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എസ് മൈനസ് എസ് നോട്ട് യൂണിയൻ എസ് നോട്ട് ഓഫ് സൈ ഓഫ് ഡി മ്യൂ എന്ന് എഴുതാം. റീസൺ എന്ന് പറഞ്ഞാൽ എസ് നോട്ട് കണ്ടെയ്ൻഡ് ഇൻ എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എസ് മൈനസ് എസ് നോട്ട് ഓഫ് സൈ ഓഫ് ഡി മ്യൂ പ്ലസ് ഇൻ്റഗ്രൽ ഓവർ എസ് നോട്ട് സൈ ഓഫ് ഡി മ്യൂ. ഇപ്പോൾ മ്യൂ ഇൻറ്റു എസ് മൈനസ് എസ് നോട്ട് ഈസ് ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ 0 ആയിരിക്കും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓഫ് എസ് മൈനസ് എസ് നോട്ട് ഓഫ് സൈ ഓഫ് ഡി മ്യൂ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 പ്ലസ് ഇൻ്റഗ്രൽ ഓവർ എസ് നോട്ട് ഓഫ് സൈ ഓഫ് ഡി മ്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എസ് നോട്ട് ഓഫ് സൈ ഓഫ് ഡി മ്യൂ ദാറ്റ് ഈസ് integral over s psi of d mu is equal to integral over s naught psi of d mu. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഫർദർ മോർ ഇഫ് psi less than or equal to phi almost everywhere on s, then integral over s psi of d mu less than or equal to integral over s phi of d mu. നമുക്കറിയാം ഇൻ്റഗ്രൽ ഓഫ് എ സിമ്പിൾ ഫംഗ്ഷൻ ഓവർ എ സെറ്റ് ഓഫ് മെഷർ 0 ഈസ് 0. അതായത് മെഷർ 0 ആയ ഒരു സിമ്പിൾ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് 0 ആണ്. നമ്മളിവിടെ അസ്യൂം ചെയ്യുകയാണ് psi less than or equal to phi on s. Since psi and phi are taken as finite number of real values, we can express s as s can be written as s is equal to u k equal to 1 to n sk, a disjoint union of measurable set for which both phi and psi are കോൺസ്റ്റൻ്റ് ഓൺ ഈച്ച് എസ് കെ എന്ന് വെച്ചാൽ 2 ഡിസ്ജോയിൻറ്റ് യൂണിയൻ ഓഫ് മെഷറബിൾ സെറ്റ് ആയിട്ടാണ് നമ്മളിവിടെ ഫൈയും സൈയും എടുക്കുന്നത്. ദാറ്റ് ഈസ് psi ഈസ് ഈക്വൽ ടു സമ്മേഷൻ k ഈസ് ഈക്വൽ ടു 1 to n a k ഇൻറ്റു കൈ ഓഫ് എസ് കെ. phi ഈസ് ഈക്വൽ ടു സമ്മേഷൻ k ഈക്വൽ ടു 1 to n b k ഇൻറ്റു കൈ ഓഫ് എസ് കെ, വേർ a k ലെസ് ദാൻ ഓർ ഈക്വൽ ടു b k ഫോർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു k ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. Then by the definition of
ഇൻ്റഗ്രൽ. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രലിൻ്റെ ഡെഫിനേഷൻ വെച്ച് നമുക്ക് എഴുതാം. ഇൻ്റഗ്രൽ ഓവർ എസ് സൈ ഓഫ് ഡി മ്യൂ ഈസ് ഈക്വൽ ടു സമ്മേഷൻ കെ ഈസ് ഈക്വൽ ടു 1 to n എ കെ ഇൻറ്റു മ്യൂ ഓഫ് എസ് കെ, ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ കെ ഈസ് ഈക്വൽ ടു 1 to n ബി കെ ഇൻറ്റു മ്യൂ ഓഫ് എസ് കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എസ് phi of d mu, that is integral over s psi of d mu less than or equal to integral over s phi of d mu.